നമസ്കാരം. മനുഷ്യനോടൊപ്പം താൽക്കാലികളെ വളർത്തും. പശുക്കളെ വളർത്തിയാൽ പാൽ കിട്ടും. പോത്ത്, എരുമ എല്ലാം അവരോരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളർത്തും. കിളികളെ വളർത്തും. എനിക്ക് കിളികളെ ഇഷ്ടമാണ്. കിളികളുടെ ചിലപ്പ് കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കിളിക്കൂടുണ്ടാക്കി. അതിനകത്ത് കുറേ കിളികളുണ്ട്. കുറേയൊക്കെ ചത്തുപോകും. ഇപ്പുറത്ത് അത് ദുഃഖം തന്നെയാണ്. ചത്ത് കിടക്കുമ്പോൾ മറ്റ് കിളികളുടെ നിശബ്ദത. കിളി ചലച്ചില്ലെങ്കിൽ എനിക്ക് ഭയം തോന്നി. ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും ചത്ത് കിടക്കും. മീനുകൾ ചലിക്കാൻ വിളിച്ച എല്ലാ മീനുകളും വരും. ചിലത് ചത്ത് മലന്ന് കിടക്കുമ്പോഴത്തേക്ക് മറ്റേ മീനുകൾ അതിനെ പോയിട്ട് ഇങ്ങനെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്ന കാണാം. എന്തൊരു ആ ബന്ധങ്ങളെന്ന് അതിൻ്റെ മൂല്യങ്ങൾ ഞാനിങ്ങനെ മൂല്യങ്ങൾ തന്നെയാണ്. സ്നേഹബന്ധം അത് വെള്ളത്തിലാണെങ്കിൽ പോലും പിടിച്ച കരയിലോട്ട് പിടഞ്ഞ് മരിക്കും. പൂച്ചകൾ, പിന്നെ ഇപ്പോൾ വിദേശത്തുള്ള നായ്ക്കളും ബഡ് ചെയ്തിട്ടുള്ള ചെടികൾ പോലെയൊക്കെയാണ്. അങ്ങനെ ഒന്ന് ചെടിയിലൂടെ മറ്റൊന്നുണ്ടാക്കുക. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ലോകവും എല്ലാം വികസിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അത്ഭുതമാണ്. ഇപ്പോൾ ഞാൻ ജീവിച്ച എനിക്കിപ്പോൾ 62 വയസ്സ് 23 തീയതി തികഞ്ഞ് 63 വയസ്സ് തുടങ്ങും. 62 വയസ്സ് തികഞ്ഞ് 63 തുടങ്ങും. എൻ്റെ 16 വയസ്സിലേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ടീച്ചറിന് തമാശയിട്ട് പറയും എനിക്ക് 26 വയസ്സേ ഉള്ളൂ എന്ന്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം 63 കഴിയുമ്പോൾ നമുക്ക് 36 വയസ്സാവും. ആ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് വിചിത്രമായ ഒരു അനുഭവമാണ്. അത് ഒരു ചെറുപ്പക്കാരി 2 പേരും ഉണ്ട്. ഈ 2 പേരും വിവാഹം കഴിച്ചിട്ട് ചെറുപ്പക്കാരനൊരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ്. 2 പേരും ബിരുദമുള്ളവരാണ്. 2 പേരും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് മുറ്റത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതാണ്. ഒരു വടി പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരുദധാരിയാണ്. കമ്പ്യൂട്ടറിൽ ഏറ്റവും കൂടുതൽ മിടുക്കോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിദേശ കമ്പനിയിലെ മിടുക്കനായ ആളാണ് ഇദ്ദേഹം. രാത്രി അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, കുട്ടികളില്ല. അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഇദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കട്ടിലിൽ കിടക്കുന്നത്? അപ്പോൾ പറയും ഭയങ്കര ശുദ്ധവും വൃത്തിയാണ്, ഭയങ്കര വൃത്തി. 2 കിടന്നാലും പിന്നെ എഴുന്നേറ്റ് കൈകാലുകൾ കഴുകും, വീണ്ടും വന്ന് കിടക്കും. പിന്നെ പുതപ്പ് മാറ്റാൽ ഇവരെ 2 പ്രാവശ്യം എഴുതും. ഇവരൊന്ന് മയങ്ങി വരുമ്പോൾ മാറ്റി പുതപ്പ് ഒന്നുകൂടെ ഒന്ന് വിരിക്കും. നല്ല ക്ലീനാണ്. ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അടുക്കളയിൽ ഇവർ പാത്രം കഴുകി വെച്ചാലും ഇദ്ദേഹം പോയി വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകും. അപ്പോൾ ഈ വൃത്തി രോഗം എന്ന് പറയുന്ന ഒരു മഹാരോഗമാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് ഇതേപോലെ വൃത്തി. ഈ ചെറുപ്പക്കാരനുണ്ട്. അപ്പം ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി ഒരിക്കൽ പോലും ഈ ഭാര്യയുമായിട്ടൊരു ശാരീരിക ബന്ധം അദ്ദേഹത്തിനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരാണെങ്കിൽ അതിസുന്ദരിയായ ഒരു ഭാര്യ. അപ്പം ഞാൻ എങ്ങനെ ഇദ്ദേഹത്തിനെ സഹിക്കുന്നു? ഇവിടെ മാടന്തപുരം കോവിലാണ്. ഞാൻ എങ്ങനെ സഹിക്കുന്നു? അങ്ങ് സഹിക്കുന്നു സ്വാമി. വേറെ വല്ല കുഴപ്പമുണ്ടോ? വേറെ കുഴപ്പമില്ല. പൈസ സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. വണ്ടിയിൽ കയറും, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. അവർക്കുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ, വസ്ത്രമയങ്ങൾ, എല്ലാ സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദേഹത്ത് തൊഴില്ല. എന്താണ്? ദേഹത്ത് തൊട്ടാൽ അവരുടെ വിയർപ്പോ അവരുടെ ഗന്ധമോ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരം അശുദ്ധിയാവും. എന്തൊരു ഇതപ്പോൾ ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. ഇത് പുറത്തറിയില്ലേ? സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടാൽ ആ ശരീരത്തിൻ്റെ വിയർപ്പ് തൻ്റെ ശരീരത്തിലേക്ക് വരുമെന്നും അപ്പോൾ തനിക്ക് അശുദ്ധിയുമാവുമെന്ന് ചോദിച്ചൊരു മഹാമാരകമായ രോഗം. ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറാൻ പറ്റുക? ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ മുഖത്ത്, അവൾ അതിസുന്ദരിയായിട്ടൊരു കുട്ടിയാണ്. അവളുടെ മുഖത്ത് ആ ദുഃഖം കാണാം. അവളുടെ ഉരുണ്ട കണ്ണുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അവരിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഒരു മകനായിട്ട് വളർത്തിയതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെ അപ്പോൾ ഭർത്താവിൻ്റെ ഞാൻ ചോദിച്ചത് ശരിയാണോ? അപ്പോൾ പുള്ളി ഇതാ ഇങ്ങനെ ഇരിക്കും. ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് എത്ര വയസ്സായി? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുമായിട്ടൊരു ശാരീരിക ബന്ധമുണ്ടായി? നിങ്ങൾക്ക് സന്താനങ്ങൾ വേണമില്ലേ? വേണ്ടേ? അത് വേണം. അപ്പോൾ നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ കൂടെ സന്താനങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സന്താനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബീജപാപം, നിങ്ങളുടെ പുരുഷൻ്റെ ബീജം, ശാസ്ത്രം പറയുന്ന XY ക്രോമസോമുകൾ, ഇത് സ്ത്രീയുടെ ശരീരമായിട്ട് അണ്ഡമായി ബന്ധപ്പെട്ടാൽ മാത്രമേ സംയോജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്താനങ്ങൾ ജനിക്കില്ല. നിങ്ങളുണ്ടാക്കിയ ഈ സ്വത്തും പണവും സമ്പാദ്യവും ഏറ്റവും നല്ല കുട്ടിയാണ്. നിങ്ങളെക്കുറിച്ച് എന്താണ് സുഹൃത്തുക്കൾ പറയുന്നത്? ഞാൻ പറയട്ടെ. അയാൾ ഞാൻ നോക്കി, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ, മനുഷ്യരോട് പുരുഷന്മാരോട് മാന്യമായി പെരുമാറുന്നവൻ, നിങ്ങളാകെ ദേഷ്യം ഉണ്ടാക്കുന്ന ആരോടെന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ചായ കൊണ്ടുവരുന്ന സ്ത്രീയോടാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. പുള്ളി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി. കാരണം ഞാൻ സത്യം പറയുന്നു, അതിനകത്ത് ഒരു ജ്ഞാനവും ആവശ്യമില്ല. കാരണം ഈ കൊണ്ടുവരുന്ന ഗ്ലാസ്സിൽ വൃത്തി അവർ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അവർ ഇദ്ദേഹം തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ. രോഗമാണ്. പരിഹാരമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇയാളെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല സ്വാമി. ഇയാളെ ഒരിക്കലെങ്കിലും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല സ്വാമി. അതെന്താ?
അദ്ദേഹത്തിന് ഇതാണ്, നിൻ്റെ വിയർപ്പിന് വല്ലാത്ത ഗന്ധമാണെന്ന് പറയും. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ ഉള്ള ആ ഗന്ധം എനിക്കിഷ്ടമല്ല എന്ന് പറയും. അദ്ദേഹം 10 തവണ ചെലന്തി പോലകൾ മുറിക്കുള്ളിൽ കിടന്നുറങ്ങിയ ആൾ ചാടി എഴുന്നേറ്റ് ഒരു കൊതുകുണ്ടെങ്കിൽ ആ കൊതുവിനെ കൊന്ന് ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെയും എന്തെങ്കിലും ഉണ്ടോ നോക്കി ചിലിക്കുന്ന, ഞാൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവിടെ പറക്കുന്നുണ്ടോ എന്ന് നോക്കും. വല്ലാത്ത ഒരു രോഗാവസ്ഥയിലുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നു. അത്ഭുതമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇയാളെ ഈ കുട്ടി ആരുടെങ്കിലും കൂടെ ഒന്ന് സ്നേഹിച്ച് ഒളിച്ചോടി പോയാലോ? ഇവിടെ പുള്ളി പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചു. അതായത് സഹിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് 2-3 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങൾ, ശ്വാസത്തിൻ്റെ ഗന്ധം, വിയർപ്പിൻ്റെ ഗന്ധം, പിന്നെ വിയർപ്പിൻ്റെ ഗന്ധം ഉണ്ടാവൂലേ? എല്ലാവരും വിയർക്കും. മനുഷ്യനെല്ലാം തന്നെ അവൻ്റെ രക്തം വിയർപ്പാവും. രക്തം വിയർപ്പാക്കി ജോലി ചെയ്യുന്നതല്ലേ? അത്തരം കാര്യങ്ങളൊന്നും തിരിച്ചറിയാത്ത ഒരുതരം മനോരോഗത്തിന് അടിമയായിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം, ഞാൻ പറഞ്ഞു പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകാൻ. അത് ഞാൻ അവിടെ വരുന്ന ഒരുപാട് പറയും. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കുമ്പോഴല്ലേ ദാമ്പത്യം ഉണ്ടാകുന്നത്. അല്ല നാട്ടുകാർക്ക് വേഷം കെട്ടാൻ TV ചാനലിൽ കാണിക്കുന്ന സീരിയൽ പോലൊന്നും അല്ലല്ലോ. ഈ അടുത്ത കാലത്ത് ഒരു ഭർത്താവ് വിഷം കഴിച്ച് മരിച്ചു. 2 പേര് തമ്മിൽ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉണ്ട്. സ്വത്തെല്ലാം ഭാര്യയുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്തു. പണം ഉണ്ടാക്കിയപ്പോൾ അവരുടെ സഹോദരൻ വന്നു. സഹോദരനും എല്ലാം കൂടെ ചേർന്ന് ഈ ബിസിനസ്സുകാരനെ ഒന്നും അല്ലാതാക്കി. തീരുമാനം എടുക്കണമെങ്കിൽ സ്വത്തെല്ലാം ഭാര്യയുടെ പേരിലാണ്. ഈ സഹോദരനും ഇങ്ങോട്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അവനും അവൻ്റെ ഭാര്യയും കൂടെ കയറി ഇയാളെ ഭരിക്കാൻ വന്ന് ഇദ്ദേഹം ഒരു ദുർബല നിമിഷത്തിൽ മദ്യത്തിൽ വിഷം കഴിച്ച് മരിച്ചു. വിഷം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വത്തെല്ലാം അവരുടെ പേരിലായി. കുറേ കാലം ഈ ഉണ്ടാക്കിയ സ്വത്തെല്ലാം കൊണ്ട് ഹോട്ടൽ ബിസിനസ് ഒക്കെ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ക്രമേണ ഈ പൈസ ഈ സഹോദരിക്ക് ഈ സഹോദരനും ഭാര്യയും ദോഷമായിട്ട് കണ്ട് എല്ലാം പോയി. അവരോട് പറഞ്ഞ് എന്തൊക്കെ പണത്തിനകത്ത് എന്തൊക്കെ കൊണ്ട് പണം എന്തിനുമൊക്കെ തിരിമറികൾ ചെയ്ത് അവസാനം ചിട്ടി കേസായി, ആൾക്കാരുടെ കേസായി, അവരെ അറസ്റ്റ് ചെയ്തു. അവർ ജയിലിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് സകല കുറ്റവും പൈസയൊക്കെ അവർ കൊണ്ടുപോയി. ഈ സ്ത്രീ ഒരു നിവൃത്തിയില്ലാതെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മദ്യപിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. മദ്യപാനമാണ്. രാവിലെ മുതൽ തുടങ്ങും. മരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളൊരു 18-16 വയസ്സായി. അവൾ 12-13 വയസ്സായപ്പോൾ തന്നെ പ്രേമിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്നിട്ട് 18 വയസ്സായതിൻ്റെ അന്നത്തെ ദിവസം അവൾ പോയി. ഈ സ്ത്രീ ഒറ്റയ്ക്ക് കേസുകളും കോടതികളും വ്യവഹാരങ്ങളും. എന്നിട്ട് അവർ പറഞ്ഞു കേട്ടത്, അവർ ഈ വക്കീലന്മാരെ എല്ലാവരെയും ഒന്നും ഞാൻ പറയണില്ല, കുറച്ച് കഷ്ടം തന്നെയാണ് കേട്ടോ വക്കീലന്മാർ. പൈസ ഇല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു വക്കീൽ പറഞ്ഞ പോലെ, പിന്നെ എല്ലാ വക്കീലന്മാരെയും അല്ല ഞാനീ പറയുന്നത്, ഇത് കുറേ കൂടെയൊക്കെ മാന്യമായിട്ട് സ്ത്രീകളോട് പെരുമാറാൻ ഉള്ള ഒരു ശ്രമം വേണം. കേസും കോടതി കേസ് വ്യവഹാരങ്ങളായിട്ട് വരുമ്പം അവരെ ശാരീരിക ബന്ധത്തിനെ നിർബന്ധിക്കുകയും പണം തന്നില്ലെങ്കിൽ ഒപ്പം വന്നാൽ മതി എന്ന് പറയുന്ന വക്കീലന്മാരോടൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. എനിക്കെന്നുള്ളതല്ല, ലോകത്തെ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലൊരു വിഷയമുണ്ട്. ചില പൂജാരിമാർ, ചില ജ്യോതിഷ പണ്ഡിതന്മാർ. ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അവിടെ വന്നിരുന്നു. നമ്മുടെ ഒരു സ്ത്രീ, അവർ മാന്യ കുലീനയായൊരു സ്ത്രീയാണ്. അവർക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ആ ഭർത്താവിന് മാരകമായ രോഗമാണ്. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരോ പറഞ്ഞതാ ഇന്നടുത്തതാ ഈ പാണ്ഡിത്യമൊക്കെ പറയുന്ന ഒരാളുണ്ട്, രോഗവിവരം അന്വേഷിക്കാനായിട്ട് അവിടെ എല്ലാം പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീ കണ്ടാൽ ഇത്തിരി വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ട്. എന്നെ മിക്കവാറുമൊക്കെ വിളിക്കും. എന്നെ വിളിച്ച് ഇയാൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തിനെ കണ്ടു. അവർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി അദ്ദേഹം വിളിച്ചു, ഈ പണ്ഡിതൻ, ഈ കിളിക്കുന്നവൻ പറഞ്ഞു, നിങ്ങൾ ഇതാ ഇന്നൊരു അവതാര പുരുഷൻ്റെ ഒരു ജന്മാംശമാണ്, അവതാര സ്ത്രീയുടെ ഒരു ദേവിയുടെ അവതാരമാണ്. നിങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള ശക്തികളുണ്ട്. നിങ്ങൾക്ക് ഈ പുരുഷനോടൊപ്പം ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. നിങ്ങളത് ഇന്ന പരിഹാരക്രിയകളൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ കൊടുത്ത് പക്ഷേ അവർ പറയുന്നത് കേൾക്കണം. സ്വാമി, എനിക്ക് അവനെ വിളിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ ചിന്തയിൽ അവൻ മാത്രമായി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് രോഗിയായ ഭർത്താവ്, ഇപ്പുറത്ത് മക്കൾ, ഇവൻ വിളിച്ച് അവസാനം അവരെന്നോട് പറഞ്ഞത് അങ്ങനെ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല സ്വാമി. ഞാൻ പറഞ്ഞ നിങ്ങളെ കൈപ്പത്തിയില്ലെങ്കിൽ അയാൾ പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാരാണ്. ഇവിടെ ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ദുഃഖവും ദുരിതവുമായിട്ട് അഭയം തേടി വരുന്ന അവരെന്തിനാണ് വരുന്നത്? ഈ വരുന്ന സ്ത്രീകളൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ദുഃഖദുരിതങ്ങളിൽ നിന്ന് ദൈവികമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് പരിഹാരമുണ്ടോ എന്ന് അറിയാനാണോ വരുന്നത്? തൻ്റെ ഗ്രഹനിലകൾ ഏതെന്ന് അറിയുന്നതിന് വന്നത്. ഇയാളെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അവർ തന്നിട്ടുണ്ട്.
എന്നിട്ട് എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ ജീവിതം ഭർത്താവെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ രോഗിയാണ്, ആ മക്കളുണ്ട്, അവരുടെ എത്രയോ പണം, എത്രയോ ലക്ഷം രൂപ ഇയാളുടെ കയ്യിലായി. എങ്ങനെ കൊടുത്തു എന്ന് അവരും പറഞ്ഞില്ല. സ്വാമി, ഞാനിത് എങ്ങനെ കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതെനിക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. അത് ഒരുത്തൻ്റെ കൈ, അതിനിപ്പോൾ ഇത് പാണ്ഡ്യ സ്വാമി ഒന്നും പറയണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ഒരാൾക്ക് കൊടുത്താൽ തിരിച്ച് തന്നാൽ തന്നു, തന്നില്ലെങ്കിൽ പോയി, അത് ദൈവം തന്നില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് വിളിക്കുമ്പോൾ അവൻ അതിഭീകരമായ ആഗ്രഹം, ഞാൻ മന്ത്രവാദത്തിൻ്റെ അങ്ങറ്റമാണ്, നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയും, നിനക്ക് കട്ടിലിൽ നിന്ന് എഴുതേക്കാൻ പറ്റൂല, ഞാൻ അതിഭീകരണം, ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ അതിഭീകരനായ ഇന്നയാളാണ്. ഒന്നാലോചിച്ചു. ഒരു സ്ത്രീയെ ദുർബലയായി ഭർത്താവിന് രോഗാവസ്ഥയുള്ളത് എന്താണെന്നറിയാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ്, അവരെ വശീകരിച്ച് അവരെ പറയുന്നു, എനിക്ക് അവരായിട്ട് ശാരീരിക ബന്ധമൊന്നും ഉണ്ടായില്ല സ്വാമി എന്ന് പറയുന്നു. ഞാനതങ്ങ് വിശ്വാസത്തിലോട്ട് എടുക്കാൻ ശ്രമിക്കുവാണ്. എന്നിട്ട് അവരയിലിരുന്ന പൈസയോ പണമൊക്കെ കൂടെ അങ്ങോട്ട് മേടിച്ചു, സ്വർണമൊക്കെ മേടിച്ചിട്ട് അവർ പണം തിരിച്ചു ചോദിക്കുമ്പം ചോദിക്കുക മാത്രമല്ല, ഇങ്ങനെ പല സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുള്ളതായിട്ട് ഇവരറിയുന്നു. അതവരുടെ വിഷയമല്ല. കിട്ടിയ പണം കിട്ടിയാലേ ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പറ്റൂ. നമുക്ക് വേണമെങ്കിൽ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താം, സ്ത്രീയല്ലേ, ദുർബലയല്ലേ, അബലയല്ലേ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ശക്തിയുള്ള സ്ത്രീകളെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടില്ല, പെട്ടുപോയി. ഇതിനകത്ത് അവരെ എത്രയോ ലക്ഷം രൂപയുണ്ട്, അവരുടെ എത്രയോ സ്വർണ്ണമുണ്ട്. ഇതിനൊക്കെ എങ്ങനെ കരകയറാൻ പറ്റും? തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയുടെ ഇന്നയാളാണ്, ഞാൻ നിന്റെ വാളെടുത്ത് ഉന്മൂലനാശനം ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞാൽ അത് ഹൈന്ദവതയിൽ മാത്രമല്ല, ഈ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് ഇത്ര അതിലൊക്കെ ചെന്നപ്പെടുന്ന അച്ഛന്മാരുടെ വിഷയവും മറ്റേ ബാക്കിയുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ മതത്തിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അഭയം തേടി വരുന്നവരല്ലേ ഇത്. അവർ അഭയം തേടി വരുന്നത് നമുക്കിപ്പോൾ അഭയം കൊടുക്കാനും പരിഹാരം പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല. ഉടൻ തന്നെ നിങ്ങൾ ഇന്നത് ചെയ്തോളൂ, ഇപ്പോൾ രക്ഷപ്പെടും. ഇപ്പോൾ വീട് വിൽക്കാൻ വരുന്നു, സ്ഥലം വിൽക്കാൻ വരുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണ്, അശ്വാരൂഢ യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ അശ്വാരൂഢ യന്ത്രം ഇട്ടാൽ ഭൂമിയിലെ ദോഷം മാറും. വിറ്റുപോകുമെന്ന് പറയാൻ പറ്റില്ല, ആ ദോഷം മാറിയാൽ വിറ്റുപോയേക്കാം. പക്ഷെ അത്രയും ചെയ്യേണ്ടേ നമ്മൾ. അതൊരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിലെ ദോഷങ്ങൾ തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാതെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പൂജയൊക്കെ ചെയ്തിട്ട് ഇത് വിൽക്കാൻ പറ്റുമെന്ന് നടക്കില്ല. ഒരു ഭൂമി വിറ്റുപോകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു സമയം വരും. നമ്മളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിലും ഒരു സമയമുണ്ട്. ഇതെല്ലാം സമയത്തിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഞാൻ ഈ കഥയിലേക്ക് വന്നത്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരിയും വൃത്തിരോഗം, ഈ വൃത്തിരോഗത്തിന് എന്താണ് പരിഹാരം? അപ്പം ഞാൻ ചോദിച്ചു, ഇയാൾക്ക് ഈ ഭാര്യയെ വേണം. താൻ ഭാര്യയുമായിട്ട് ഇത്രയും കാലമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഒരു ശാരീരിക ഒരു സ്ത്രീയുടെ നീഡല്ലേ അത്? ഒരു ഭർത്താവിൽ നിന്ന് ഒരു പുരുഷൻ്റെ സ്നേഹം മാത്രമല്ല, പുരുഷൻ്റെ പണം മാത്രമല്ല, ഒരു പുരുഷൻ്റെ ശാരീരികമായിട്ടുള്ളൊരു അവസ്ഥകളും കൂടെ ഒരു സ്ത്രീ അനുഭവിച്ചാലല്ലേ ഒരു സ്ത്രീ പൂർണ്ണമാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാലേ അമ്മയാകുകയുള്ളൂ. അമ്മയായി കഴിയുമ്പോൾ ഒരു സ്ത്രീ പരിപൂർണമാവുകയുള്ളൂ എന്നുള്ളൊരു സത്യം അത് എല്ലാത്തിനും ആണെങ്കിലും അങ്ങനല്ലേ? അയാളിങ്ങനെ നിശ്ചലനായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെന്താണ് അത്? അവളുടെ ഗന്ധം എനിക്ക് സഹിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രത്തിൻ്റെ ഗന്ധം, അവൾ വയ്ക്കുന്ന അവർ ഷാമ്പൂ തേക്കുന്നതിൻ്റെ ഗന്ധം, പിന്നെ അവൾ സ്പ്രേ അടിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഗന്ധം, ഇതെല്ലാം ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ തുള്ളിയായിട്ട് കണ്ണീരൊഴുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു യൗവനവും നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതവും, സ്വപ്നങ്ങളോടുകൂടി ജീവിച്ച് പഠിച്ചൊരു ജോലി കിട്ടി കാണാൻ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുമ്പം അവൾ എന്ത് ദുർവിധിയാണ് അവൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ദുർവിധിയല്ലേ? അവൾ എന്ത് പാപമാണ് ഇവൾ ചെയ്തത്? ഞാനിങ്ങനെ ആലോചിക്കും. പൂർവ്വജന്മമൊന്നും എനിക്ക് കിട്ടിയില്ല ആ കുട്ടിയുടെ. എന്തൊരു പാപജന്മമാണ് ഇതുപോലുള്ള അപ്പം നമ്മൾ ഈ കല്യാണം കഴിപ്പിക്കുമ്പോൾ എന്താണ്, എല്ലാവരും ജാതകം പൊരുത്തം, അവൻ്റെ ജോലി, നല്ല കുടുംബം, അവൻ ഈ കുടുംബം ഇത്തിരി പൊളിയാണെങ്കിലും അവൻ്റെ നല്ല ഒരാൾ 10 പേര് കേട്ടാൽ മകൻ എന്താണ്, ഡോക്ടറാണ്, അവനെന്താ എഞ്ചിനീയറാണ്, അവൻ UK-ലാണ്, അവൻ വിദേശത്ത് മറ്റതാണ്. ഒരു കൊച്ചിനുണ്ടെങ്കിൽ അവർ പിന്നെ കാണാൻ പോലും കിട്ടില്ല. ഇത് ഇങ്ങനെ പറയുന്നതല്ല മാതാപിതാക്കളെ ജീവിതം. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം എടുക്കുമ്പോൾ വിധിയാണിത്. മാട്രിമോണിയലിലാണെങ്കിൽ പോലും ജാതക പൊരുത്തങ്ങൾ മാത്രമല്ല, മനസ്സിൻ്റെ പൊരുത്തം പരസ്പരം മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും കല്യാണം നടത്തുമ്പോഴല്ലേ കല്യാണമാവുള്ളൂ.
ഇതുപോലെ വൃത്തിരോഗമുള്ളവരും ഭ്രാന്തുള്ളവരും ചീട്ടുകളിക്കാരനും കള്ളു കുടിക്കുന്നവരും വേറൊരു ഇവിടെ ഞാൻ എൻ്റെ മുറിപ്പാലത്തടി തമ്പുരാൻ്റെ അവിടെ 40-60 പേരുടെ ഫലം ഒരു ദിവസം 100 പേർക്കപ്പുറത്തും പോയതുണ്ട്. എന്തൊക്കെയാണ് ഈ ഭൂമി നടക്കുന്ന ഒരു അതിസുന്ദരിയായ ഒരു ഭാര്യ, ഒരു പെൺകുട്ടി, അവരിപ്പം മധ്യവയസ്ക്ക് കഴിഞ്ഞെങ്കിൽ പോലും 55 വയസ്സെങ്ങാണ്ട് 55 വയസ്സ് ഇപ്പോൾ പോലും അവരെ ഒറ്റ നോട്ടത്തിൽ ഒരാൾ ശ്രദ്ധിക്കും. അങ്ങനെ ഇവിടെ സ്ഥിരം വരും എന്നെ കാണാനായിട്ട്. ഇപ്പം ഇല്ല, ഇപ്പോൾ കുറേ കാലമായിട്ട് കാണാറില്ല. അത് ഇവിടെ ഒരു പ്രാവശ്യവും കണ്ട് ഇവിടെ വന്നിട്ടുള്ളൂ, ഇപ്പം വരുന്നില്ല. അവരെന്നോട് പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും ഒരു പുരുഷനെ അനുഭവിക്കാനുള്ള യോഗമില്ല, അതെന്താണ് എന്ന് പറഞ്ഞു. പറഞ്ഞു, സ്വാമി എൻ്റെ ദേഹത്ത് പുരുഷൻ തൊടുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താ? അതിന് കാരണമുണ്ടല്ലോ. അപ്പോൾ അവരെൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നില്ല. അവർ പറഞ്ഞൊരു സത്യം ഞാൻ സ്വാമിയോടത്ത് പറയട്ടെ, സ്വാമി തന്നെ പറയൂ. അപ്പോൾ നമുക്കിതിന് ജ്ഞാനമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഏതെങ്കിലും പുരുഷനിൽ നിന്ന് എനിക്ക് ദേഹത്ത് തൊടുമ്പോൾ എൻ്റെ ശരീരത്തിൽ അട്ട തൊടുന്നത് പോലെയാണ്, അട്ട എഴയുന്നത് പോലെയാണ്, ഇതാ ഭർത്താവ് അവർ പറഞ്ഞത്. ആ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, മക്കളില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, 5-6 വയസ്സുള്ളതേ ഉള്ളൂ, പട്ടാളക്കാരനായ പിതാവ് അവരുടെ ശരീരത്തിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, മകളാണ്. അപ്പോൾ നിങ്ങളെ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അല്ല, എൻ്റെ അനിയത്തി 2-3 അനിയത്തിമാരുണ്ട്, 2 അനിയത്തിമാർ, ആ 2 അനിയത്തിമാരെയും സ്വന്തം പിതാവാണ്. ഞാനിത് പറയുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെയാണോ മനുഷ്യൻ? ചോദിച്ചാൽ അച്ഛനിപ്പോൾ ഉണ്ടോ? ഇല്ല. എങ്ങനെ മരിച്ചു? അത് ആത്മഹത്യ ചെയ്തു. എങ്ങനെ? അത് മറ്റൊരു സ്ത്രീയുടെ പിടിപ്പെട്ടു, അവരുമായിട്ടെന്തോ സാമ്പത്തിക തർക്കം ഉണ്ടായി, അവരെന്തോ പോയിസൺ കണ്ട് കൊടുത്ത് കൊന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? നമ്മളിലെ കുണ്ടറയിലൊരു മകൻ അമ്മയെ കല്യാണം കഴിച്ചു, കലിയുഗമാണ്, ഉണ്ടാവും. സഹോദരൻ സഹോദരിക്കൊപ്പം ശയിക്കുന്ന ഒരു അച്ഛനും അമ്മയുടെ അടുത്ത്, സ്വാമി എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വേർപെടുത്താൻ പറ്റുമോ? അതെന്താ ചെകുത്താ സേവയാത്രേ? ചെകുത്താ സേവ. അവരുടെ സഹോദരൻ്റെ കൂടെ കിടക്കണമെന്നും അവർ തമ്മിൽ ശാരീരിക ബന്ധം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കണ്ട് എവിടെയോ ഈ നോർത്ത് ഇന്ത്യയിലെങ്ങാണ്ട് സഹോദരനുള്ള ബന്ധം അറിഞ്ഞു വന്ന ഭർത്താവിനെ തലക്കടിച്ച് കൊന്നുകളഞ്ഞു. ഇത്തരത്തിൽ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരുത്തരും അമ്മ എന്ന് പറയുന്ന സങ്കല്പം, അച്ഛനെന്ന് പറയുന്നത്, ഒരു പിതാവ് എന്നൊക്കെ പറയുന്നത് അത്രയും ദൃഢമായിട്ടുള്ള ഒരു ഭാരതം പോലൊരു രാജ്യത്ത്, വേറെ രാജ്യത്താണെങ്കിലും പോട്ട്, പിന്നെ കേരളം പോലൊരു പരിപാവനമായ പുണ്യഭൂമിയിൽ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന കേരളത്തിൻ്റെ ആ പുരാണ ചരിത്രങ്ങൾ, പുരാണങ്ങളും ഗുഹാന്തരങ്ങളും പുരാണങ്ങളും ക്ഷേത്രങ്ങളും, അല്ല, ഒരു ഇതിഹാസം നമ്മുടെ ചെറിയ കാര്യമല്ല. അങ്ങനെ ആ പരിപാവനമായ കേരളത്തിനകത്താണ് ഇത് സംഭവിക്കണമല്ലോ നമ്മളിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. ക്ഷേത്രം നശിപ്പിക്കാനായിട്ട് നിന്ന കുറേ പേരുണ്ടായിരുന്നു പണ്ട്. ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും അവർക്കൊക്കെ ആത്മാവിന് നാശം സംഭവിക്കുകയാണ്, ശരീരത്തിന് നാശം സംഭവിക്കുകയാണ്. വലിയ ശക്തിയാണ് അവിടെ. എനിക്ക് അത്ഭുതമാണ് ഈ മുടപ്പാലത്തടി മാടന്തമ്പുരാനാണ്. അതിങ്ങനൊരു ദിപ്പുണ്ട്, അവിടെ യക്ഷിയുണ്ട്. 21 ചെമ്പരത്തിപ്പ് വെച്ചാൽ ഒരുപാട് പരിഹാരങ്ങളാണ് അവിടെ പരിഹാരപ്പെട്ടത്. അവിടെ ആകെ നിൽക്കുന്ന ഞാനുള്ള ദിവസം ഈ 1000 രൂപയ്ക്ക് താഴെ എല്ലാം കൂടെ ചിലവാകും അവിടെ വരുമ്പോൾ, അത്ര തന്നെ. പിന്നെ എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കും ടീച്ചർ, അതാരെങ്കിലുമൊക്കെ മേടിക്കും. അവിടെ പുറത്തുനിന്നുള്ള പിരിവൊന്നുമില്ല, അവിടെ ഉള്ളത് തന്നെ ഞാനീ പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവിടെ വരാം, എനിക്ക് തെളിയുന്നതും പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. അല്ലാതെ അത്ഭുതങ്ങളൊന്നും പറയാനോ സൃഷ്ടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, കഴിയില്ല. അതുപോലെ ഈ ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ ഈ അനുഭവം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അവസാനം ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് ഈ വൃത്തിയും വെടിപ്പുമുള്ള ചെറുപ്പക്കാരൻ ഈ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. വലിയ വാക്കാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമോ? ആ കുട്ടി വളരെ ബോൾഡോടുകൂടി പറഞ്ഞു, പറ്റും. ചോദിച്ചു. അപ്പോൾ അയാളിങ്ങനെ ഞെട്ടി അവരെ നോക്കി. ചോദിച്ചു, ഇത് ഞാൻ അത്ഭുതമൊന്നും തോന്നണില്ല, താങ്കളുടെ ഭാര്യ, താങ്കൾ വിവാഹം കഴിച്ച ഭാര്യ പറയുന്നു നിങ്ങളെ അവൾക്ക് ആവശ്യമില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്ത്? പിന്നെ എനിക്കാണെങ്കിലും എൻ്റെ സഹോദരിയോ മകളാണെങ്കിലും ഇത് തന്നെ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പുള്ളി ഇങ്ങനെ അത്ഭുതം നോക്കി. ഞാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പെൺകുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവളുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അവളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്നും മനസ്സിലാക്കാത്ത 2-3 വർഷം സമൂഹത്തിൻ്റെ ഒരു വലിയ മേൽവിലാസത്തോടു കൂടി കുടുംബം പുറത്തു നിന്ന് നോക്കിയാൽ, സമൂഹം പുറത്തു നോക്കുമ്പോൾ അന്തസ്സും അഭിമാനവും ആഭിജാത്യത്തോടും ജീവിക്കുന്ന കുട്ടികൾ മാത്രം സന്താനങ്ങളില്ല. അവർ തള്ളയോട് ചോദിച്ചു, അവരമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നു എന്ന്.
ഇതാണ് എവിടെ പറയുന്നു. ഒരു 100 കുട്ടികളെ പ്രസവിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടി എൻ്റെ മുമ്പിൽ ഇരുന്ന്, ഇന്ന് എനിക്കറിയാം കുട്ടി, സ്വാമി ഈ ബന്ധം വേർപെട്ടാൽ എൻ്റെ അമ്മയുടെ കാലം വരെ ഇന്നുള്ളൂ. കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ആ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ട് തന്നെ ഞാൻ ഈ ബന്ധം വേർപെടുത്തി ചെന്നാൽ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അമ്മ ഈ അടുത്ത കാലത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ കുട്ടികൾ നമ്മുടെ കാലം കഴിഞ്ഞാലും എൻ്റെ കാലം വരെ എനിക്ക് ഓർമ്മിക്കാൻ നീ ഉണ്ടായിരുന്നു. നമുക്കുണ്ടാകുന്ന പൂർവികർ തന്ന സ്വത്തുക്കളും നമ്മുടെ ഈ സ്വത്തുക്കളും എൻ്റെ ബാങ്ക് ബാലൻസും ഉൾപ്പെടെ നിൻ്റെ കുട്ടിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്കത് നിനക്ക് തരണം, ഇല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ പേരിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങിപ്പോയി ആ കുട്ടി. എൻ്റെ അമ്മയെ ജീവിച്ചില്ല, എൻ്റെ വിധിയാണ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ മനുഷ്യൻ, എൻ്റെ അമ്മ മരിക്കുന്നവരെ ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുകയുള്ളൂ. എനിക്ക് പറ്റില്ല സ്വാമി, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി നിങ്ങൾക്ക് ജീവിച്ചൂടെ? അത് ശരിയല്ല സ്വാമി. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് വളർത്തിയതാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അപകടത്തിൽ മരിച്ചതാണ്. അമ്മയുടെ സൗന്ദര്യം ചോർന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ അമ്മ എന്നെ വളർത്തിയെടുത്തു, എന്നെ നല്ല രീതിയിൽ വളർത്തി. പരപുരുഷ ബന്ധമില്ലാത്ത സൗഹൃദങ്ങൾ, എന്നെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഇഷ്ടത്തോടെ ജീവിക്കാനും ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടും ഞാൻ ചെയ്തില്ല. ഞാൻ അമ്മ പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു. അയാൾ വർഷം ഇത്രയുമായിട്ടും ഞാൻ എന്താണെന്ന് തിരിച്ചറിയാത്ത ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യില്ല. ഞാൻ ജീവിക്കും സ്വാമി, എൻ്റെ അമ്മ മരിക്കുന്നവരെ ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കും, അതുവരെ ഞാൻ അയാളോടൊപ്പം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഇറങ്ങിപ്പോയി. നമുക്ക് എന്ത് ഉത്തരമാണ് ഇതിനകത്ത് പറയേണ്ടത്? വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. നിങ്ങളെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നവരെ എത്ര ദൂരമാണോ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഒരാളുടെ മനസ്സിലൂടെ, അതറിഞ്ഞുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനും തെറ്റുകൾ തിരുത്താനും, ആഡംബരമായ ജീവിതമല്ല ആശ്വാസകരമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടതെന്നും, അതുകൊണ്ട് ഉത്തമമായ ദാമ്പത്യം ഉണ്ടാകുകയും ഉത്തമമായിട്ടുള്ള കുട്ടികൾ അംഗവൈകല്യങ്ങളില്ലാത്തതും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കാനുള്ള മനസമാധാനവും ശാന്തിയുണ്ട്. ഗർഭാവസ്ഥയിരിക്കുമ്പം അമ്മയെ തല്ലുന്ന ഭാര്യമാരെ തല്ലുന്ന മദ്യപിക്കുന്ന ഭർത്താക്കന്മാരും മദ്യപിച്ച് കുട്ടികളെ സൃഷ്ടിക്കുന്നവരും ലഹരി ഉപയോഗിച്ച് കുട്ടികൾക്ക് സൃഷ്ടിക്കുന്നവരുമൊക്കെ അംഗവൈകല്യമുള്ളതും ബുദ്ധിപരമല്ലാത്തതും ഓട്ടിസം ബാധിച്ച പോലുള്ള കുട്ടികളെ, ഓട്ടിസം അതുകൊണ്ട് മാത്രമല്ല വരുന്നത്, അത് മറ്റൊന്നാണ്. ഓട്ടിസം ബാധിച്ച ഒരുപാട് കുട്ടികളെ ഞാൻ അറിയാം. അവർക്ക് പൂർവ്വജന്മം എടുത്തിട്ട് പരിഹാരം ചെയ്തു കൊടുത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സൃഷ്ടികൾ നടത്താതെ ഉത്തമമായിട്ടുള്ള സ്നേഹമെന്ന് പറയുന്ന ശുദ്ധമായ സ്നേഹം, ശുദ്ധമായ കാറ്റും വെളിച്ചവും പോലെ ശുദ്ധമായ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ദാമ്പത്യമാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ദാമ്പത്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യുവമിഥുനങ്ങളെ, നിങ്ങൾ പ്രണയിച്ച് നിങ്ങൾ ജീവിച്ചോളൂ, ജീവിക്കാൻ തയ്യാറെടുത്തോളൂ. അപ്പോഴും ഒരു ശുദ്ധി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.